ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ പടമൊന്നും കണ്ടില്ല ഇതുവരെ. കുഴപ്പമില്ല, നല്ല വിഷ്വൽസ് സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മമ്മൂട്ടിൻ്റെ അഭിനയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. എന്തായിരുന്നു സിനിമ? അടിപൊളിയായിരുന്നു. അടിപൊളി കുറേ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണത്. പിന്നെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ പക്ക, ഫ്രെയിം കാര്യങ്ങളൊക്കെ അടിപൊളി. കുറച്ച് കഥാപാത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതെ, നമുക്ക് ബോറടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബോറടിക്കുന്നുണ്ടോ സിനിമ? ഇല്ല, എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി ഡയറക്ടർക്ക്. ഡയറക്ടർ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു, പക്ഷേ നല്ല അല്ലേ. രണ്ട് സിനിമകൾ ഭൂതകാലം ചെയ്തിരുന്നു. വേറെ സിനിമ ചെയ്തിട്ടുണ്ട്, റെഡ് റെയിൻ പറഞ്ഞ സിനിമ ചെയ്തു. പക്ഷേ സംവിധായകനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ആ പടം ഒരുക്കിയിട്ടുള്ള സംവിധായകനെ കുറിച്ചിട്ട് എന്താ തോന്നുന്നത്? നല്ല കഴിവുള്ളൊരു നല്ല കഴിവുള്ള ഒരാളാണ്. മൂപ്പരെ ആസ്പെക്ട്സും മൂപ്പരെ ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഭയങ്കര വൈഡായിട്ട് ചിന്തിക്കുന്നൊരു ഇതാണ്. ഇപ്പോഴത്തെ കാലം, പണ്ടത്തെ കാലം, പിന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ സാധനത്തിൻ്റെ പൊളിറ്റിക്കലുള്ള കാര്യങ്ങളും. പൊളിറ്റിക്സ് പറയുന്നുണ്ട്, അതിനെ കുറിച്ചിട്ട് വല്ലതും കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നി? അധികാരത്തിൻ്റെ കുറേ കാര്യങ്ങളും ഇനി പറഞ്ഞ കുറച്ച് ചിലപ്പം സ്പോയിലറായി പോകും. അടിപൊളി പടം, സൂപ്പർ പടം, നൈസ്. മമ്മൂട്ടി തകർത്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇനിയിപ്പോൾ ഇതുപോലൊരു എക്സ്പീരിയൻസ് ലൈഫ് ടൈമിൽ കിട്ടുമെന്ന് അറിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ആക്ടിവേഴ്സ് നോക്കുകയാണെങ്കിലും 3 പേരും കിഡുമായിട്ടുണ്ട്. മമ്മൂട്ടിയായാലും ബാക്കി ഇവർ 2 പേരായാലും അവരുടെ ലൈഫ് ടൈമിലും അവരിതുവരെ ചെയ്തതിൽ വെച്ചാൽ അവർക്ക് കിട്ടാൻ ഏറ്റവും വലിയ ഇതായിരുന്നു, ക്യാരക്ടറായിരുന്നു. എല്ലാവരും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്ടിങ് ആണ്. സാധാരണ അതിൽ കണ്ടുവരുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടിയും എക്സ്പ്രസ് ചെയ്യുന്ന വേ ഓഫ് ആക്ടിങ് ആണ്. നന്നായിട്ട് സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളി. അതെ, കാരണം ആദ്യത്തെ ഹാഫിൽ പയ്യെ തുടങ്ങി, ഫസ്റ്റ് ഹാഫ് ഒരു എൻഡിങ് ആകുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്ത്, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഭയങ്കര കുറേ മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു സിനിമയാണ്. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സൗണ്ട് എഫക്ട്സ് പക്ക പൊളിയായിട്ടുണ്ട്. മേക്കിംഗ് കാര്യങ്ങൾ, പിന്നെ ബ്ലഡ് സീൻസ് ആയിക്കോട്ടെ, ഒറിജിനാലിറ്റി മനയുടെ ആ മേക്കിംഗ് കാര്യങ്ങളൊക്കെ പക്ക ഒറിജിനാലിറ്റിയാണ്. ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ് നമ്മൾ മാനിക്കണം. കാരണം ഈ കാലത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെറിയ ക്യാസ്റ്റ് വെച്ചെടുക്കുക പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. സോ ഓക്കെ.